ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ കണ്ടോ, ഞാൻ കുറച്ച് ഇലിമ്പം പുളിയാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഞങ്ങൾ പുളിച്ചിക്കാന്നാണ് പറയുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇതിൻ്റെ പകുതിയോളം നന്നായിട്ട് പഴുത്തതാണ്. ഇത് നമുക്ക് അച്ചാറിടാനൊന്നും കൊള്ളത്തില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ അച്ചാറിടാമെന്ന് ഓർത്താ എടുത്തത്. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ പകുതിയോളം പഴുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു അത് വേറൊരു സംഭവം ഉണ്ടാക്കാമെന്ന് ഓർത്തു. അങ്ങനെ പകുതി ഞാൻ മാറ്റുകയാണ്. പഴുത്തത് സെപ്പറേറ്റ് ആയിട്ടും പച്ചയായിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റുകയാണ്. നമുക്ക് പഴുത്തത് വെച്ച് ഇന്നൊരു സൂത്രം ഉണ്ടാക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ ഈ പുളിച്ചിക്ക എനിക്ക് കഴിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഇത് പച്ചയ്ക്കാണെങ്കിലും എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, അതുപോലെ തന്നെ അച്ചാറിട്ടാലും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സൂത്രം ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കഴിക്കും. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്ര ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ ഇത്. മിസ് ചെയ്യല്ലേ, വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ഞാൻ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഴുത്തത് എനിക്കൊരു 10-20 പുളിച്ചിക്കയോളം ഉണ്ട്. ബാക്കിയുള്ളത് പച്ചയാണ്. ഞാൻ ഈ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിക്ക് പഴുത്തതാണ് ആവശ്യം. പച്ച, അതായത് പൊട്ടൊന്നും നമുക്കിതിന് കൊള്ളത്തില്ല. കുറച്ച് നന്നായിട്ട് വിളഞ്ഞ് പഴുത്തതാണെങ്കിലേ ഈ റെസിപ്പിക്ക് ചേരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ വീട്ടിലൊക്കെ പുളിച്ചിക്ക ഉണ്ടെങ്കിൽ പഴുത്ത് കളഞ്ഞാൽ മാക്സിമം വരും, അതെടുത്ത് ദൂരെ കളയുകയാണ് പതിവ്. അപ്പോൾ ഇനിയും തൊട്ട് അങ്ങനെ കളയാതെ ഈ പഴുത്തത് വെച്ച് നമുക്കിങ്ങനെ ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് 4ആയിട്ടോ 6ആയിട്ടോ എങ്ങനെയെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആരെങ്കിലും ഇതിൻ്റെ സീഡ് തന്നെ തിന്നാറുണ്ടോ? എനിക്കത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കൊച്ചിലേ മുതൽ പുളിച്ചിക്ക, അതുപോലെ ആന പുളിച്ചിക്ക, സ്റ്റാർ പുളിച്ചിക്ക എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെയൊക്കെ സീഡ് മാത്രം അകത്തുനിന്ന് എടുത്ത് കഴിച്ചിട്ട് ആ പുളിച്ചിക്ക അങ്ങ് കളയും. ആ ഒരു സ്വഭാവം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് നല്ല വിളഞ്ഞതിൻ്റെ സീഡ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു ചെറിയ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇലുമ്പം പുളി മുഴുവനായിട്ടും അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. ഞാനൊരു ചെറിയ ബൗളിൽ ഒരു 1/4 ബൗളോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ട ശർക്കര ആയാലും മതി. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം നല്ല കറുത്ത ശർക്കര ഉണ്ടല്ലോ, അതാകുമ്പോൾ നമ്മുടെ ആ റെസിപ്പിക്ക് പറ്റിയ കളറും കിട്ടും. ഇതിപ്പോൾ എനിക്ക് കറുത്ത ശർക്കര അല്ല, എന്തായാലും കുഴപ്പമില്ല. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊരു 3 വിസിൽ കേൾപ്പിച്ചിട്ട് കൊണ്ടുവരാം. അങ്ങനെ 3 വിസിൽ കേട്ട് നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി തുറന്നപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഡൗട്ട്, ഞാൻ ഒഴിച്ച വെള്ളം ഇച്ചിരി കൂടിപ്പോയോ എന്ന്. കാരണം എല്ലാം നന്നായിട്ട് പഴുത്തതായിരുന്നു. അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ച വെള്ളവും കൂടെ ആയപ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് കുറച്ചൊന്ന് പറ്റിച്ചെടുക്കാം. ഇനി ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. കാരണം ഈ പുളിയുള്ള ഐറ്റമൊക്കെ നമ്മൾ മറ്റുള്ളതിന് വെക്കുന്നതിനെക്കാട്ടിലും മൺചട്ടി കാലത്തിലൊക്കെ വെക്കുന്നതാണ് നല്ലത്. അതിൽ കുറച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇലുമ്പം പുളിയും കൂടെ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണേ നമ്മളിത് ചെയ്യാനായിട്ട്. കറുത്ത ശർക്കര ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു കറി ഉണ്ടല്ലോ, ഇത് കറിയല്ല, ഇതൊരു തൊട്ടുകൂട്ടാനെന്നൊക്കെ പറയാം. എന്തായാലും ഈ സംഭവം ഒരു നല്ല കളറിൽ വന്നേനെ, ഒരു ബ്ലാക്ക് കളറിൽ വന്നേനെ. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളർ പോലെ ഇരിക്കുന്നു. എന്തായാലും കുഴപ്പമില്ല, ടേസ്റ്റ് എല്ലാം സെയിം ആകട്ടോ. ഇത് നമുക്കിനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കുറച്ച് നമുക്ക് വെള്ളം കൂടിപ്പോയത് കൊണ്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിനകത്തോട്ട് ഞാനൊരു 1/4 സ്പൂണ് ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 1/4 സ്പൂണ് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഇതുപോലൊക്കെ പുളിയുള്ള ഐറ്റംസ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൽ മധുരവും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് ഈക്വൽ ആകത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ശർക്കരപ്പൊടി അതിനകത്ത് ചേർക്കണം. അതുപോലെ ഇതിപ്പം മധുരമുള്ള റെസിപ്പിയാണ്, പക്ഷേ അതിനകത്ത് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കണം. പിന്നെ ഞാൻ ഏകദേശം ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ചേർക്കുന്നത്. ഇതിന് നമുക്ക് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇച്ചിരി കളർ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി തന്നെ യൂസ് ചെയ്യുന്നത്. ഉണ്ട ശർക്കരയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് കല്ലും പൊടിയൊക്കെ കാണും. അങ്ങനെയുള്ളവർക്ക് ശർക്കര പാനി കാച്ചിയിട്ട് അതൊഴിച്ചാലും മതിയാവും. ഇതിപ്പോൾ ഞാൻ ശർക്കര പൊടിയാണ് എടുത്തിരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ അവസാനം കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. എനിക്ക് ഇച്ചിരിയുടെ മധുരം വേണമെന്ന് തോന്നി ഞാനൊരു 2 സ്പൂണും കൂടെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്.
ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. പക്ഷേ ഇത് മൺചട്ടി ആയത് കാരണം തന്നെ ഇത് കുറേ നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തിളച്ച് ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ ഇലിമ്പം പുളി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരവും ഉപ്പും എരിവും പുളിയും എല്ലാം കൂടെ ചേർത്ത് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് വെച്ച് ഇച്ചിരി ചോറ് കൊടുത്താൽ ഉണ്ടല്ലോ കൂട്ടാൻ തീരുന്ന വഴി അറിയത്തില്ല. അത്ര ടേസ്റ്റിയാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്കല്ല വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഞാനിത് ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇത് നമുക്ക് പുറത്ത് വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു 3-4 ദിവസമൊക്കെ ഇത് പുറത്ത് ഞാൻ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ല അതിന് പേടിയുള്ളവർ ഫ്രിഡ്ജിനകത്ത് വെച്ച് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.